എവ്രിവൺ, വെൽക്കം ടു സ്റ്റഡി ലിബ്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈലോപ്പിള്ളി എഴുതിയിട്ടുള്ള ഊഞ്ഞാലിൽ എന്ന കവിതയാണ്. വളരെ മനോഹരമായ ഒരു കവിതയാണിത്. ഒരു തിരുവാതിര രാവിനെ പറ്റി വർണ്ണിക്കുന്ന കവിതയാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കവിതയുടെ പേരാണ് ഊഞ്ഞാലിൽ, എഴുതിയത് വൈലോപ്പിള്ളി. കവിതയിലേക്ക് കിടക്കാം. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിര രാവു താമ്പൂല പ്രിയയല്ലോ. അതായത് ഈ കവിതയിൽ ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വിവാഹത്തിൻ്റെ 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരുവാതിര രാവിൽ ഭാര്യയോട് ഭർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. ഒരു വെറ്റില 100 തേച്ചു നീ തന്നാലും ഈ തിരുവാതിര രാവു താമ്പൂല പ്രിയയല്ലോ. ധനുമാസത്തിലാണ് തിരുവാതിര. ആ മാസത്തിൽ സ്ത്രീകൾ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ ഭർത്താവിന് ദീർഘായുസ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വെറ്റിലയിൽ ചുണ്ണാമ്പിന് ഇവിടെ 100 തേച്ചു എന്നാണ് പറയുന്നത്. 100 തേച്ചു പറഞ്ഞാൽ ചുണ്ണാമ്പിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് തന്നാലും ഈ തിരുവാതിര രാത്രി വെറ്റിലയെ ഏറെ ഇഷ്ടപ്പെടുന്ന രാത്രിയാണ്, അതാണ് പറയുന്നത്. അടുത്ത വരി നോക്കാം. മഞ്ഞിനാൽ ചൂളിയിടിലും മധുരം ചിരിക്കുന്നു, മഞ്ഞിടം നരച്ചൂഴും നമുക്കും ചിരിക്കുക. അതായത് ധനുമാസം എന്ന് പറഞ്ഞാൽ മഞ്ഞുള്ള മാസമാണ്. ധനുമാസത്തിൽ മഞ്ഞും നിലാവും മാമ്പൂ വിരിയുകയൊക്കെ ചെയ്യും. അപ്പോൾ മാമ്പൂ വിരിയുന്ന മണവും ഒക്കെ ഉണ്ടാകും. അതായത് ഈ മാസത്തിലെ ഭൂമിയും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു മാസമാണ്. ഈ അവസ്ഥയിലും വയസ്സായ നമ്മളും ഈ തിരുവാതിരയുടെ ഭാഗമായി സന്തോഷിക്കണം. മാമ്പൂവിൻ നിശ്വാസമേറ്റ ഓർമ്മകൾ മുരളുമ്പോൾ നാം പൂകയില്ലീ വീണ്ടും ജീവിത മധുമാസം. ഈ മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ മാമ്പൂവിൻ്റെ സുഗന്ധവും ഏറ്റ് എൻ്റെ ഓർമ്മകൾ പഴയ കാലത്തേക്ക് പോകുന്നു. അത് കവിയുടെ ഓർമ്മകൾ പഴയ കാലത്തേക്ക് പോകുന്നു. അതാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത വരി നോക്കാം. 30 കൊല്ലം മുമ്പ് നീയുമീ മന്ദസ്മിത മുക്തയാം പൊന്നാതിര മാതിരിയിരുന്നപ്പോൾ ഇതുപോലൊരു രാവിൽ തൂ മഞ്ഞും വെളിച്ചവും മധുവും ഇറ്റുറ്റു മുറ്റത്തെ മാവിൻ ചോട്ടിൽ ആരുമേ കാണാതിരുന്ന് ഊഞ്ഞാലാടിയില്ലേ നാം. ഈ വരികളിൽ കവി തൻ്റെ 30 വർഷം മുമ്പുള്ള ജീവിതത്തിലേക്ക് ഓർമ്മ പോവുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അവർ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലെ തിരുവാതിര രാവിൽ ആരും കാണാതെ രാത്രിയിൽ ഊഞ്ഞാലാടിയിരുന്നു. അതാണ് ഈ വരികളിലൂടെ പറയുന്നത്. അടുത്ത വരി നോക്കാം. 100 വെറ്റില തിന്ന പുലരി വരുവോളം ഇന്നുമാ മുതുമാവിനോർമ്മയുണ്ടായി പൂക്കാനുണ്ണിതൻ കളിമ്പമൊരു ഊഞ്ഞാലും അതിൽ കെട്ടി ഉറക്കമായോ നേരത്തെയുണ്ണി ഇന്നുറങ്ങട്ടെ ചിരിച്ചും തുള്ളും ബാല്യം ചിന്ത വിട്ടുറങ്ങട്ടെ പൂങ്കിളി കൗമാരത്തിനിത്തിരി കാലം വേണം മാങ്കനികളിൽ നിന്നും മാമ്പൂവിലെത്തിച്ചേരാൻ. അതായത് ആ 30 വർഷങ്ങൾ മുമ്പ് വെറ്റില കഴിച്ച് ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടിയതോർക്കുമ്പോൾ ഇന്ന് ആ മാവ് മുതുവായിരിക്കുന്നു. അതായത് ഒരുപാട് കാലങ്ങളായിട്ട് ആ മാവ് പഴക്കമായിട്ടുണ്ട്. നമുക്കും പ്രായമായി, അതുപോലെ ആ മാവിന് പ്രായമായതുപോലെ നമുക്കും പ്രായമായി, അതുപോലെ തന്നെ ആ മാവിനും പ്രായമായി. ഇന്ന് ആ മാവിൽ ഉണ്ണിയൊരു ഊഞ്ഞാൽ കെട്ടിയിരിക്കുകയാണ്. ഉണ്ണി എന്ന് പറഞ്ഞാൽ അവരുടെ മക്കളുടെ കുട്ടിയാവും. പിന്നീട് പറയാണ്, ഉണ്ണി ഉറങ്ങിയോ, അവൻ ഉറങ്ങട്ടെ, ഇന്ന് നമ്മളുടെ രാവാണ്. ആ പഴയ കാല ഓർമ്മകളെ സ്മരിക്കുന്നു തിരുവാതിരാവ്. ആ പഴയ കാല ഓർമ്മകളിൽ തിരുവാതിരാവിനെ അവർ സ്മരിക്കുന്നു. പിന്നെ പറയുന്നത്, ഇപ്പോഴത്തെ കാലം ഉണ്ണിക്ക് ഒരു ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത കാലമാണ്. കുറച്ച് കഴിഞ്ഞ് അവൻ വലുതാവും. അതുകൊണ്ട് ഈ കാലം അവൻ നന്നായി ഉറങ്ങട്ടെ, മറ്റു ചിന്തകളൊന്നുമില്ലാതെ. അടുത്ത വരിയാണ്. വീശുമീ നിലാവിൻ്റെ വശ്യശക്തിയാലാകാം ആശയെന്നെനിക്കിപ്പോൾ തോന്നുന്നു, മുന്നേ പോലെ വന്നിരുന്നാലും നീ ഈ ഊഞ്ഞൽപ്പടിയിൽ ഞാൻ മന്ദമായി തന്നെ തെന്നൽ പോലാട്ടാം നിന്നെ ചിരിക്കുന്നുവോ കൊള്ളാം യൗവനത്തിൻ്റെതായി കയ്യിലിരിപ്പുണ്ടെന്നും നിനക്കാ മനോഹര സ്മിതം. അതായത് പ്രകൃതി അത്രയും സന്തോഷമായി നിൽക്കുമ്പോൾ ചിലപ്പോൾ നിലാവ് പെയ്യും, നിലാവ് വീശും, അങ്ങനെയൊക്കെ ചെയ്യും. കവി അത്രയ്ക്ക് തിരുവാതിരയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കവിയുടെ മനസ്സിൽ വരുന്നതാണ് നിലാവ് വീശുന്നത് പോലെയൊക്കെ തോന്നുന്നു കവിക്ക്. നിലാവ് വീശാറില്ലല്ലോ, അപ്പം അങ്ങനെയൊക്കെ കവിക്ക് തോന്നുകയാണ്.
അങ്ങനെ നിലാവ് വീശുന്ന സമയത്ത് കവിക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. പണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് നീ ഈ തിരുവാതിര രാത്രിയിൽ, അത് തൻ്റെ ഭാര്യയോട് പറയാണ്, നീ ഈ തിരുവാതിര രാത്രിയിൽ ഈ ഊഞ്ഞാൽ പടിയിൽ എങ്ങനെയാണ് വന്നിരുന്നത് അതുപോലെ നീ ഒന്ന് വന്നിരിക്കൂ. മന്ദമായി തെന്നൽ പോലാട്ടം നിന്നെ ചിരിക്കുന്നുവോ, കൊള്ളാം യൗവനത്തിൻ്റെതായി കയ്യിലിരിപ്പുണ്ടെന്നു നിനക്കോ മനോഹര സ്മിതം. അതായത് തിരമാലകൾ വരുന്നത് പോലെ അതുപോലെ നീ ഈ ഊഞ്ഞാലിൽ വന്നിരുന്നാൽ പതുക്കെ നിന്നെ ഞാൻ ഊഞ്ഞാലിൽ ആട്ടിത്തരാം. ഇത് കേട്ടിട്ട് ഭാര്യ ചിരിക്കുകയാണ്. അപ്പോൾ കവി പറയാണ്, ചിരിക്കുന്നുവോ, കൊള്ളാം, യൗവനത്തിൽ നിനക്ക് എത്ര മനോഹരമായ ചിരിയാണ് ഉണ്ടായിരുന്നത്. ആ ചിരി ഇപ്പോഴും നിന്റെ മുഖത്തിൽ വരുന്നുണ്ട്. അത്രയും മനോഹരമായിട്ട് തന്നെയാണ് നീ ഇപ്പോഴും ചിരിക്കുന്നത്. അടുത്ത വരി നോക്കാം. അങ്ങനെ ഇരുന്നാലും ഈ ഊഞ്ഞാൽ പടിയിന്മേൽ ദങ്ങിനെ ചെറുവെള്ളിത്താലി പോലിരുന്നാലും കൃഷമൻ കൈകൾക്കു നിന്നുദരം മുന്നേ പോലെ കൃതസന്തതിയിൽ സ്ഥൂലയായി നീയെങ്കിലും. അതായത് പണ്ടുള്ള സ്ത്രീകൾ വെള്ളിത്താലികളാണ് കോർത്തിട്ടിരുന്നത്. ഊഞ്ഞാലിൽ ഒരു താലി ചരടായിട്ടും അതിലെ താലിയായിട്ട് ഭാര്യയെയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. വെള്ളിത്താലി പോലെ, അതായത് വെള്ളി പോലെ സുന്ദരമായിട്ട് നിലാവിൻ്റെ ഭംഗിയിൽ അവൾ ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഊഞ്ഞാലിൽ ഇരിക്കുമ്പോൾ ഭാര്യയെ തൊടുമ്പോൾ പണ്ടത്തെ പോലെ തോന്നുന്നു, അതായത് യൗവനത്തിലുള്ളത് പോലെ തോന്നുന്നു. അടുത്ത വരി നോക്കാം. നമ്മുടെ മകൾ ഇപ്പോൾ നൽകുടുംബിനിയായി വൻപെഴും നഗരത്തിൽ വാഴ്കിലും സ്വപ്നം കാണാം. ആതിര പെണ്ണിനാടനമ്പിളി വിളിക്കേന്തും ആയിരക്കാൽമണ്ഡപമാകും ഈ നാട്ടിൻപുറം. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൻ്റെ വേരുറപ്പിവിടൽ പോൽ കാണുമോ വേറെങ്ങാനും. അതായത് കവി പറയാണ്, നമ്മുടെ മകൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് നാട്ടിൻപുറം വിട്ടിട്ട് നഗരത്തിൽ പോയി ജീവിക്കുകയാണ്. ആ നഗരത്തിൽ ജീവിക്കുന്ന മകൾ പോലും സ്വപ്നം കാണുന്നത് മനോഹരമായ ഈ നാട്ടിൻപുറത്തെയാണ്. അടുത്ത വരിയാണ്, പാഴ്മഞ്ഞാൽ ചൂളിടിലും പഞ്ഞത്താൽ വിറക്കിലും പാടുന്നു കേൾപ്പിയിലെ നീ പാവങ്ങളായാൽ സ്ത്രീകൾ. ഇവിടെ പറയുന്നത് 2ാം മഹാലോക യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥ നേരിടുന്ന കാലമാണ്. ഈ ഒരു സമയത്താണ് ഈ ഒരു കവിത രചിക്കുന്നത്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ഏറ്റത് സാധാരണ ജനങ്ങൾക്കാണ്. ധനുമാസത്തിൽ മഞ്ഞ് കൊണ്ട് വിറക്കുകയാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ കൂടിയും നീ കേൾക്കുന്നില്ലേ പാവങ്ങളായിട്ടുള്ള സ്ത്രീകൾ പാട്ടുപാടുന്നത്. അത് ഭാര്യയോട് അദ്ദേഹം പറയുകയാണ്. ഈ ഒരു അവസ്ഥയിലും തിരുവാതിര ആവുമ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന സമയത്തും പാവങ്ങളായിട്ടുള്ള വീട്ടിലത്തെ സ്ത്രീകൾ തിരുവാതിരയുടെ പാട്ടുകൾ പാടുന്നത് നീ കേൾക്കുന്നില്ലേ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്. പച്ചയും ചുവപ്പുമാം കണ്ണുമായി പോരിൻ വേട്ടപ്പക്ഷി പോലതാ പാറിപ്പോകുന്ന വിമാനവും ഒരു ദുസ്വപ്നം പോലെ പാഞ്ഞു മാഞ്ഞു പോമെന്നാൽ തിരുവാതിര താര തീക്കട്ടെയെന്നും മിന്നും. അതായത് ഇവിടെ ഒരു യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് 2ാം മഹാലോക യുദ്ധത്തിൽ സമയത്ത് നടക്കുമ്പോഴാണ് ഈ ഒരു കവിത രചിച്ചെന്ന് മുന്നത്തെ വരിയിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ യുദ്ധത്തെ പറ്റിയാണ് ഇവിടെയും പറയുന്നത്. ആകാശത്ത് നിലാവും തിരുവാതിര താരങ്ങളും എല്ലാം തെളിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ആകാശത്ത് പച്ചയും ചുവപ്പും കണ്ണുമായിട്ട് വേട്ടപ്പക്ഷി പോലെ വിമാനങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. ഈ വിമാനങ്ങൾ ഒരു ദുസ്വപ്നം പോലെ ഈ യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. മാവുകൾ പൂക്കും, മാനത്തമ്പിളി വികസിക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കും, വിഹരിക്കും. ഉയിരിൻ കൊലക്കൊടുക്കാവുക കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. കവി പറയുകയാണ്, ഈ മാവുകൾ ഇനിയും പൂക്കും, മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും മാനത്തമ്പിളി വികസിക്കുകയും ചെയ്യും. ഉയിരിൻ കൊലക്കൊടുക്കാവുക കയറിനെ ഊഞ്ഞാലായി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഇവിടെ കയറിന് 2ആയിട്ടാണ് പറയുന്നത്. ഒരു കയറിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു കയറ് കൊണ്ട് ഊഞ്ഞാലുണ്ടാക്കി നമുക്ക് ആടുകയും സന്തോഷിക്കുകയും ചെയ്യാം. അടുത്ത വരിയാണ്, ആലപിക്കുക നീയും അതിനാൽ മനം നൃത്തലോലമാക്കുമംഗലം കല്യാണി കളവാണി. അതായത് ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ എനിക്ക് കല്യാണി കളവാണി എന്ന തിരുവാതിര പാട്ട് പാടിത്തരുമോ എന്ന്. അടുത്ത വരി നോക്കാം. പണ്ടുനാളെ പോലെ എന്നെ പുളകം കൊള്ളിച്ചു നിൻ കണ്ട നാളത്തിൽ സ്വർണ്ണക്കമ്പികൾ തുളമ്പുവേ നീളും പാട്ടിനീരടികൾ തന്നൂഞ്ഞാൽ വള്ളിയിൽ അങ്ങോട്ടിങ്ങോട്ടൻ കരളാടിയിടവേ.
അതായത് നീ എന്നെ പണ്ട് എങ്ങനെയാണ് പാടി രസിപ്പിച്ചിരുന്നത് അതുപോലെ നീ ഇപ്പോഴും പാടുക. തിരുവാതിരപ്പാട്ടുകൾ മെല്ലെ പാടുന്ന രീതിയിൽ അങ്ങനെ ഒന്ന് പാടിത്തരുമോ എന്ന് പറയണം. തിരുവാതിരപ്പാട്ടുകൾ മെല്ലെ താളത്തിൽ പാടുന്ന പാട്ടുകളാണ്. അതുപോലെ ഒന്ന് പാടിത്തരുമോ എന്ന് പറയണം. അടുത്ത വരി നോക്കാം. വെണ്ണര കലർന്നവളല്ല നീയൻ കണ്ണിനു കണ്ണുമാമുനിയുടെ കന്യയാമരോമലാൾ. അതായത് നീ എപ്പോൾ എൻ്റെ നര കലർന്നവളല്ല, പകരം നീ എൻ്റെ കണ്ണുമാമുനിയുടെ മകളായിട്ടുള്ള ശകുന്തളയാണ്. കല്യാണി കളവാണി എന്ന ആ ഒരു ഗാനം ഉണ്ടല്ലോ, അത് ദുഷ്യന്തിൻ്റെയും ശകുന്തളയുടെയും ഗാനമാണ്. അതിൽ ശകുന്തളയാണ് എന്നാണ് പറയുന്നത്. അടുത്ത വരി നോക്കാം. പൂനിലാവണി മുറ്റമില്ലിതു ഹിമാചല സാനുവിനി മനോഹര മാലിനീ നദീ തിരം വ്യോമമല്ലിതു സോമതാരകാകീർണം നിന്റെ യോമന വന്യ ജ്യോത്സ്ന പൂത്തു നിൽക്കുവല്ലതോ നിഴലിതു നീളെ പുള്ളിയായി മാഞ്ചോട്ടിൽ നിന്നിളമാൻ ദീർഘാംപാങ്കൻ വിശ്രമിക്കുകയാണത്രേ. ഈ വരികളിൽ പറയുന്നത് പൂനിലാവണിഞ്ഞു നിൽക്കുന്ന മുറ്റമല്ല, പകരം എനിക്കിത് ഹിമാലയത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്ന മാലിനി നദിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വ്യോമമല്ലിത് സോമതാരകാകീർണം നിന്റെ യോമന വനജോത്സ്ന പൂത്തു നിൽക്കുവതല്ലോ. അതായത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശമല്ല എനിക്കിത് കാണുന്നത്, ശകുന്തളയുടെ മുല്ലവള്ളികൾ പൂത്തു നിൽക്കുന്ന ആകാശമായിട്ടാണ് എനിക്കിപ്പോൾ ഇത് തോന്നുന്നത്. നിഴലില്ലതു നീളെ പുള്ളിയായി മാഞ്ചോട്ട് നിന്നിളമാൻ ദീർഘാംപാങ്കൻ വിശ്രമിക്കുകയത്രേ. അവർ ഊഞ്ഞാലിരിക്കുമ്പോൾ രാത്രിയിൽ ആ നിലാവിൻ്റെ നിഴലിൽ മാവിൻ്റെ നിഴലിൽ കവിക്ക് ശകുന്തളയുടെ ഏറ്റവും പ്രിയപ്പെട്ട മാനായിട്ടുള്ള ദീർഘാംപാങ്കൻ വിശ്രമിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അടുത്ത വരി നോക്കാം. പാടുക സർവാത്മനാം ജീവിതത്തിനെ സ്നേഹിച്ചിടുവാൻ പഠിച്ചൊരി നമ്മുടെ ചിത്താമോദം. അതായത് തിരുവാതിര എന്ന രാത്രി ഇതുപോലെ മുന്നോട്ടും സ്നേഹിച്ചു പോകാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വരിയാണ്. ശുഭ്രമാം തുകിൽ തുമ്പിൽ പൊതിഞ്ഞു സൂക്ഷിക്കുമീ യപ്സരോദവു തിരുവാതിര തിരക്കവേ. വെള്ള സാരി ഉടുത്ത അപ്സര സ്ത്രീ പോലെയാണ് ഈ തിരുവാതിര. ആ തിരുവാതിര രാത്രി തിരിച്ചു പോവുകയാണ്. അടുത്ത വരി നോക്കാം. നാളെ നാം നാനാതരം വേളയെ കാട്ടും പകൽ വേളയിൽ ക്ഷീണിച്ചോർമ്മിച്ചന്തര ലജ്ജിക്കുമോ. എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ആയതിൽ ചിലതിപ്പോൾ ഉടുമി ഊഞ്ഞാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം. ഇവിടെ പറയുകയാണ്, ഈ തിരുവാതിര രാത്രി കഴിഞ്ഞ് നാളെ നമ്മൾ രാവിലെ മുതൽ പലതരത്തിലുള്ള പണികളിൽ ഏർപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഈ രാത്രിയിൽ അതായത് ഇന്നലെ നടന്ന ആ രാത്രിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അന്ന് ആലോചിക്കുമ്പോൾ നാണിക്കുമോ എന്നാണ് കവി ചോദിക്കുന്നത്. പിന്നീട് കവി പറയാണ് നമ്മൾ എന്തിനാണ് അതൊക്കെ ഓർത്തിട്ട് നാണിക്കുന്നത്. കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചില സന്ദർഭങ്ങൾ മാത്രമാണ്. അതായത് ചെറിയ ചെറിയ സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ ആണിത്. ആ നിമിഷങ്ങൾ നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യണം. അതിനെപ്പറ്റി ആലോചിച്ച് നാണക്കേട് ആവേണ്ട ആവശ്യമില്ല. ആയതിൽ ചിലതിപ്പോളൊടുമീ ഊഞ്ഞാലെണ്ണി നീയൊരു പാട്ടും കൂടി പാടി നിർത്തുക പോകാം. ഇനി നീയൊരു പാട്ടും കൂടിയും പാടി ഇന്നത്തെ രാത്രി അവസാനിപ്പിക്കാം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ നമ്മുടെ കവിത കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിതയാണിത്. ഈ ഒരു കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.